ഇന്നത്തെ ആഹാരമാണ് രാവിലത്തെ കേട്ടോ. ഏത്തയ്ക്ക പുഴുക്ക്, അതായത് പച്ച ഏത്തയ്ക്കാണേ, ചൂള. അത് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴുകി തൊലിയോടുകൂടി തന്നെ കഴുകണം. കാരണം പലയിടത്തു നിന്നൊക്കെ വരുന്ന സാധനങ്ങളല്ലേ. കഴുകിയിട്ട് അതിൻ്റെ മണ്ടയും ചെവിടും കണ്ടിച്ച് കളഞ്ഞ് നെടുകെ ഒന്ന് കീറിയിട്ട് വെച്ച് പുഴുങ്ങും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പഴുത്തതുമല്ല, എന്നാൽ അങ്ങ് അളിഞ്ഞു പോയതുമല്ല. കൂടെ ഇതേ കണ്ടില്ലേ, കാച്ചി പറ്റിച്ച നല്ല നാടൻ പാലല്ല, കവർ പാല്. മിൽമയിലെ കവർ പാലാണ്. തൽക്കാലം സൊസൈറ്റിയിൽ പോയി മേടിക്കാനുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ അതിന് മെനക്കെടാറുമില്ല. മുമ്പ് എനിക്കെപ്പോഴും സൊസൈറ്റിയിൽ നിന്നായിരുന്നു പാല് മേടിക്കുന്നത്. പിന്നെ എന്നും നമുക്ക് പാല് കൂടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വല്ലപ്പോഴും ആയതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ചായയോ പാലോ ഒന്നും കൊടുത്ത് ശീലമാക്കണ്ട കേട്ടോ. ചായ കുടിച്ച് രാവിലെയും വൈകിട്ടുമൊക്കെ ചായ കുടിച്ച് ശീലിച്ചവരിപ്പോൾ തലവേദനയാണ്. ഒരു നേരം കുടിച്ചില്ലേ തലവേദനയെന്നും പറഞ്ഞ് നടക്കും. പിന്നെ ആ തലവേദനയുടെ ഹാങ് ഓവർ മാറണമെങ്കിൽ 3-4 ദിവസം എടുക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും ചായ കൊടുത്ത് ശീലമാക്കണ്ട. പിന്നെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. തിളപ്പിച്ചാറ്റിയ ചെറു ചൂടോട് കൂടിയ 1-2 ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങളത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു ശീലമായിക്കോളും. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആരോഗ്യത്തിന്. ഇപ്പോൾ ആർക്കും അറിഞ്ഞൂടാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നൊരു പൊങ്കാല ഇടാൻ വരരുത്, അറിയാൻ വയ്യാത്തൊരു കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യാം. പാലും ഏത്തക്കയും ഒക്കെ ആയിട്ടൊരു പിടി അങ്ങ് പിടിക്കാം. എൻ്റെ കപ്പാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നതും പാല് കുടിക്കുന്നതൊക്കെ കപ്പ് ഇതാണ്. ഇതില്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചാൽ എനിക്കൊരു തൃപ്തിയില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇന്ന ഗ്ലാസ്സിലേക്ക് കുടിക്കൂ, ഇന്ന പാത്രത്തിലേക്ക് കഴിക്കൂ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഹാപ്പി മോർണിംഗ്.